DMs ഇൻസ്റ്റയിൽ വരുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യേണ്ടത്? ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ആ സ്റ്റോറി ഇട്ടതിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഈ 4 ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെബ്സൈറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗൂഗിൾ മാപ്സിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കേണ്ടത് ഗൂഗിൾ മാപ്സ് ആണ്. ഗൂഗിൾ മാപ്സ് എടുത്തതിന് ശേഷം നമ്മളിവിടെ പോയിട്ട് ലോക്കൽ ഷോപ്സ് ഇൻ അമേരിക്ക, അല്ല നിങ്ങൾ എങ്ങനെയാണോ ക്ലയൻസിനെ കിട്ടുന്നത് അങ്ങനെ നിങ്ങൾ എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ തപ്പണം. നമ്മളിങ്ങനെ തപ്പുക. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ടോ? ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, വേണ്ട. വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് ഉണ്ട്, വേണ്ട. നമ്മൾ തപ്പി ഒരു വെബ്സൈറ്റ് ഇല്ലാത്തൊരു ഇത് എടുത്തു. എവരിഡേ സെൻറ്റർ എടുക്കാം. വെബ്സൈറ്റ് ഇല്ലാത്തൊരു ഇത് ഇവർക്ക് വെബ്സൈറ്റ് ഇല്ല, പക്ഷേ ഇത് ദുബായിലാണ്. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ USA മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. നമ്മൾ അവരുടെ അത് കോപ്പി ചെയ്തു. നമ്മൾ ChatGPT പോകുന്നു, ChatGPT എടുക്കുക. ChatGPT എനിക്ക് ഇടാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അറബിയൊന്നും നമുക്ക് വേണ്ട. നമ്മളത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം പേസ്റ്റ് ചെയ്യുക. നമ്മുടെ അബൌട്ട്, കോപ്പി, പേസ്റ്റ്, എൻ്റർ, ഫോൺ നമ്പർ, പേസ്റ്റ്. നമ്മൾ എന്തൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കോപ്പി ചെയ്യണം. തൊലി, മിനിറ്റ്, സർവീസ് ഓപ്ഷൻസ്. ഓക്കെ, നമ്മൾ ഗാലറി പോയി എടുക്കും. പിന്നെ നമ്മളോട് കളി. ലാപ്പിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കോപ്പി ചെയ്യാം. കോപ്പി, ChatGPT. ഓക്കെ, അതിനുശേഷം നമ്മൾ അടിച്ചു കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഒരു എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ 2 എൻ്റർ അടിക്കുക. എന്നിട്ട് പറയാം generate a prompt to make a website for this business using lovable.ai. Okay, and അത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പ്രൊഫഷണൽ വേണോ, മിനിമൽ വേണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എവരിഡേ സെൻറ്ററൊക്കെ ഇതെല്ലാം കൂടെ കോപ്പി ചെയ്യാം. നമ്മൾ നേരെ ലവബിളിൽ പോവുക. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പുതിയൊരു അക്കൗണ്ട്, ഫ്രഷ് അക്കൗണ്ട് തുടങ്ങി. നിങ്ങൾ പറയേണ്ട എൻ്റെ പ്രോ അക്കൗണ്ടിൽ ചെയ്തിട്ട് ഇതാണ്ടാന്ന് വെച്ചിട്ടുണ്ടോ. അതിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ഗോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കും. അത് റീച്ച് ആവട്ടെ, അതുവരെ ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ. 7K I post a lot of reels, but yeah, here we go. We have our website built over here, guys. Okay, preview. That's it. There you go. But this one is not yet published. Okay, and now what we are gonna do is you see the share button over there. I don't know what others do. I haven't clicked those. Press the share button. You can just publish project. You can just do like that. Put whatever name you want, but the end it is going to be lovable.app or .ai.com. But you will never get everyday.com. You will get everyday.lovable.app, and it needs to be like a everyday store like that. See, that's how we can just go like that. Or we can just, I will show you how to, nothing, just continue. Kali publish. This is demo ആണ്. ഇതൊക്കെ ഡെമോ ആണ്. പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പോർട്ട്ഫോളിയോ ആയിട്ട് യൂസ് ചെയ്യുക ഈ ഡെമോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓൺലൈൻ സൈഡ് ഹസിൽ ജോബ്, ആൾക്കാർ വെബ്സൈറ്റിന് വേണ്ടി നമ്മളെ അടുത്തോട്ട് വന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ടാവില്ല. ആൾക്കാർ ചെയ്യില്ല, സൈറ്റിൽ കയറിയിട്ട് എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒരാളെ വേണം എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനത്തെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റർ എന്ന നിലയ്ക്ക് എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, വി ക്യാൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കൊണ്ടായിട്ട് ഇതൊക്കെ ഇട്ട് അതിനെ പോർട്ട്ഫോളിയോ ആയിട്ട് ഇടാൻ പറ്റും, നമുക്ക് ലിങ്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോയതിനു ശേഷം നമ്മൾ
എന്താ പറയുക, എവിടെ കോപ്പി ലിങ്ക് അടിക്കണമെങ്കിൽ ഇത് സഫാരിയിലാണ് ഓപ്പൺ ചെയ്യുക. കോപ്പി അടിക്കുക, ക്രോമിൽ പോവുക, ഇത് വെബ്സൈറ്റ് എടുക്കുക. ലാഗ് അടിക്കുന്നത് ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തെ കോൾ ഗെറ്റ് ഡയറക്ഷൻസ് ആൻഡ് എന്താ പറയുക കൺവീനിയൻറ്റ് അവേഴ്സ്. അതൊന്നും വർക്കാവില്ല. ഇറ്റ്സ് ജസ്റ്റ് നത്തിങ്. ഇത് വർക്കാനുള്ളതല്ല, ഇത് ബട്ടണല്ല. അത് സൈൻ ഫോർ ഡെലിവറി സർവീസസ് ഓൺ സൈറ്റ് ആക്സസിബിലിറ്റി കൺട്രോൾ വിഷ്വൽ ആക്സെപ്റ്റൻസ്. ഇതൊക്കെ സെറ്റാണ്ടോ? ഇതൊക്കെ ഇൻഫോർമേഷനാണ്. വിസിറ്റ് ഓർ ഗെറ്റ് ഇൻ ടച്ച് വർക്കാവില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അതൊക്കെ വർക്കാക്കിപ്പിക്കാനുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ ലവബിലുണ്ട്. ഓക്കെ, എത്രയുള്ള പരിപാടി കഴിഞ്ഞു. വെബ്സൈറ്റ് സെറ്റ് ചെയ്യും. ഇനി ഇത് എങ്ങനെ നമുക്ക് ഡൊമൈൻ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലവബിളിൽ തന്നെ പോവാം. നമ്മൾ നേരെ ചാറ്റ് എടുക്കുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് അല്ല, ഇവിടെ നിൽക്കാം. അടിയിലത്തെ നമ്മുടെ ഈ ഒരു ദേവാസ് ലവബിളുണ്ട്, അവിടെ നിൽക്കാം. അവിടെ നിൽക്കുമ്പോൾ ക്രെഡിറ്റ്സ് എന്നൊരു സംഭവം ഉണ്ടാവും. അവിടുത്തെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സ് എൻ്റെ ഫോണിൽ ഹാബിറ്റ് കാണാനൊന്നും കൂടി ഇല്ല ഗൈസ്. അവിടെ സെറ്റിങ്സിൽ പോയിട്ട് പ്ലാൻ ആൻഡ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് നിൽക്കാം. അവിടെ നിൽക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു സൈറ്റിലോട്ട് പോകുന്നതാണ്. അവിടെ നമുക്ക് നമ്മുടെ പ്ലാൻസ് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള പ്ലാനും ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 25 പെർ മന്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അതിന് നമുക്ക് 100 എന്താ പറയുക മന്ത്ലി ക്രെഡിറ്റ്സ് കിട്ടും. ഇതെടുത്ത് കഴിഞ്ഞാൽ ഡിസൈൻഡ് ഫോർ ഇവിടെ ഉണ്ടല്ല കസ്റ്റം ഡൊമൈൻസ് ഉണ്ടോ. ഇതെടുത്ത് കഴിഞ്ഞാൽ യൂസേജ് ബേസ്ഡ് ക്ലൗഡ് പ്ലസ് AI ക്രെഡിറ്റ് റോൾ ഓവേഴ്സ്, ഓൺ ഡിമാൻഡ് ക്രെഡിറ്റ് ടോപ്പ് അപ്സ്, അൺലിമിറ്റഡ് ലവബിൾ .app ഡൊമൈൻസ്, കസ്റ്റം ഡൊമൈൻസ്, റിമൂവ് ലവബിൾ ബാഡ്ജ് യൂസ്. ഈ ലവബിൾ ബാഡ്ജ് ഇല്ലേ, ഏത് ഈ കണ്ട ഈ എഡിറ്റ് വിത്ത് ലവബിൾ എന്ന് പറഞ്ഞ സാധനം കണ്ട, അത് റിമൂവ് ആക്കാനുള്ള സംഭവമാണ്. അപ്പം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആനുവലിൽ ഒരു 21 പെർ മന്ത് ഓഫർ ഒറ്റയടിക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 100 ഇത് മതി, ഇത് ധാരാളമാണ്. ഇനി 42 ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് കിട്ടും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ അതാണ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഡൊമൈൻ വെച്ചിട്ട് സംഭവം സെറ്റാക്കാൻ പറ്റും. ഇങ്ങനെയാണ് സംഭവം ചെയ്യണത്. എല്ലാവരും മനസ്സിലായത് എനിക്ക്.